നമസ്കാരം. ഞാൻ സാൻഡ്ര, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണർ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും നമ്മൾ ഇതിനെ പറയും. എന്തുകൊണ്ടിട്ടാണ് ഈ ഒരു ഡിസോർഡറിന് ബോർഡർ ലൈൻ എന്നൊരു പേര് വന്നതെന്ന് നോക്കാം. പണ്ട് കാലങ്ങളിലെ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചിരുന്നത്. ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്നും സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്നും. ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന സ്ട്രെസ്, ടെൻഷൻ, വിഷാദം, എപ്പോഴും വിഷമിച്ചിരിക്കുക, ആങ്ഷ്യസ് ആയിട്ടിരിക്കുക, ഇതൊക്കെ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്ന്. നമ്മുടെ റിയാലിറ്റിയിൽ നിന്നും മാറി, അതായത് നമ്മുടെ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും മാറി ചിത്തഭ്രമത്തിലേക്ക് ഒരു എക്സ്ട്രീം ലെവലിലേക്കൊക്കെ എത്തുന്ന അത്തരം ഡിസോർഡേഴ്സിനെ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്നാണ് പണ്ട് കരുതിക്കൊണ്ടിരുന്നത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്നത് കൊണ്ടിട്ടാണ്. അതായത് നമുക്ക് ന്യൂറോട്ടിക് എന്ന് പറയാൻ പറ്റില്ല, ന്യൂറോട്ടിക്കിനേക്കാളും എക്സ്ട്രീം ആയിട്ടും എന്നാൽ സൈക്കോട്ടിക്കിലേക്ക് എത്തിയിട്ടുമില്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഇതിന് ബോർഡർ ലൈൻ എന്നൊരു പേര് വരാൻ കാരണം. ഇനി നേരത്തെ പറഞ്ഞു, ഇതിനെ നമ്മൾ ഇമോഷണൽ അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുന്നു. മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ അൺസ്റ്റെബിലിറ്റി ആണ്. വികാരങ്ങളെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയാത്തവരെന്നാണ് നമ്മൾ ഇവരെ വിശേഷിപ്പിക്കുന്നത്. ഇവർക്ക് ഇന്റൻസ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ദറ്റ് ക്യാൻ ലാസ്റ്റ് ഫ്രം മിനിറ്റ്സ് ടു അവേഴ്സ്. ഇവരുടെ ഇമോഷൻസ് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇവർ ഓവർ റിയാക്ട് ചെയ്യും ചില സിറ്റുവേഷൻസിൽ. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇമോഷണൽ റെസ്പോൺസ് ഇവരിൽ നിന്ന് ഉണ്ടാവും. BPD ഉള്ള ഒരാൾക്ക് ഇമോഷൻസ് വേണ്ട രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയാതെ ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇവർ ഇമോഷൻസിനെ ഫീൽ ചെയ്യുന്നത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടായിരിക്കും. ഇവർക്ക് വേണ്ട രീതിയിൽ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽറ്റി ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഇവർ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നതും അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ലെവലിലായിരിക്കും. ഇതുപോലെ തന്നെ ഇവരുടെ എല്ലാ മേഖലകളിലും ഒരു ഇൻസ്റ്റബിലിറ്റി കാണാൻ സാധിക്കും. റിലേഷൻഷിപ്സിലായിക്കോട്ടെ, ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ, ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഇതിലൊക്കെ ഒരു ഇൻസ്റ്റബിലിറ്റി. ഇവർ പെട്ടെന്ന് റിലേഷൻഷിപ്പിലാവുകയും അതും ഭയങ്കര ഡീപ്പായിട്ട് ആ റിലേഷൻഷിപ്പിലാവുകയും വളരെ അധിക കാലം അവർക്ക് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ ഇവരിൽ കണ്ടുവരുന്നു. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് സെൽഫ് ഉണ്ടാവില്ല. ഐഡന്റിറ്റി കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ എന്താണ്, ഞാൻ ആരാണെന്നുള്ളൊരു ബോധം ഇവരിൽ ഉണ്ടാവില്ല. ഇന്റൻസ് ഫിയർ ഓഫ് അബാൻഡൻമെന്റ് ഉണ്ടാവും. ദറ്റ് ക്യാൻ ബി റിയൽ ഓർ ഇമാജിൻഡ്. മേ ബി അത് യാഥാർത്ഥ്യത്തിൽ അങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെർസീവ് ചെയ്യുന്നതായിരിക്കാം, ഒരു ഫീൽ ചെയ്യുന്നതായിരിക്കാം. ഞാൻ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും എന്നുള്ളൊരു ഇന്റൻസ് ഫിയർ ഇവരിൽ ഉണ്ടാവും. നെക്സ്റ്റ് വാട്ട് വി ക്യാൻ സീ ഈസ് ഇമ്പൾസിവിറ്റി, ഒരു എടുത്തുചാട്ടം. ഫോർ എക്സാമ്പിൾ, മണി സ്പെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഓവറായിട്ട് മണി സ്പെൻഡ് ചെയ്യുക, റിസ്ക് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക, അതായത് റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യുക. റിസ്ക് ടേക്കിംഗ് ടെൻഡൻസീസ് ഇവരിൽ കൂടുതലായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഇമ്മച്ചുവർ ആയിട്ട് പെരുമാറി ഒരു എടുത്തുചാട്ടം ഇവരിൽ കാണാൻ സാധിക്കും. വേറൊരു നേച്ചർ ഇവരിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ആണ്. സ്പ്ലിറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് ഒരു വ്യക്തി ഇവരുടെ അടുത്ത് നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് ആ വ്യക്തി ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, എന്നാൽ അതേ വ്യക്തി തന്നെ വേറൊരു സമയത്ത് ഇവർക്ക് എതിരായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു ഡിസഗ്രിമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ ദേ വിൽ തിങ്ക് ദാറ്റ് ഈ BPD ഉള്ളൊരു വ്യക്തി ആ മറ്റു വ്യക്തിനെ വേഴ്സ്റ്റ് ആയിട്ടും കരുതും. സോ BPD ഉള്ള ഒരാള് ഒരുപാട് സഫറിങ്സിലൂടെയാണ് അവരുടെ ജീവിതം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ അതായത് ഇപ്പം ഇമോഷൻസിലുള്ള ഇൻസ്റ്റബിലിറ്റി, റിലേഷൻഷിപ്സിലുള്ള ഇൻസ്റ്റബിലിറ്റി, ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഐഡന്റിറ്റി കൺഫ്യൂഷൻ, ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു BPD ആള് അവർക്ക് സൂയിസൈഡൽ തോട്ട്സും സൂയിസൈഡൽ ബിഹേവിയേഴ്സും ഉണ്ടാവും. അത് ഡെലിബറേറ്റ് ആയിട്ട് അവർ സെൽഫ് ഹാർമിങ് ബിഹേവിയേഴ്സിൽ ഏർപ്പെടും, കട്ടിങ് ബിഹേവിയേഴ്സിൽ ഏർപ്പെടും. ഇതൊക്കെ ഇവരിൽ കാണുന്ന പല കാര്യങ്ങളാണ്. ക്രോണിക് ഫീലിങ്സ് ഓഫ് എംപ്റ്റിനെസ് ഉണ്ടാവും, ഒരു ശൂന്യതാബോധം, ഒരു നം ഫീല്, ഒരു മരവിപ്പ് ഇവരിൽ കാണാൻ, മൊത്തത്തിലൊരു ബ്ലാങ്ക് ആയിട്ട് അങ്ങനത്തെ അത്തരം ഫീലിങ്സ് ഇവരിൽ കാണാൻ സാധിക്കും. ഇതിന്റെ കോസസ് എന്ന് പറയുമ്പോൾ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ, അവര് വളർന്നു വന്ന സാഹചര്യങ്ങൾ, ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ടെങ്കിൽ ഇതൊക്കെ BPDയിലേക്ക് ലീഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇവരെ ട്രിഗർ ചെയ്യുന്ന കുറെ സിറ്റുവേഷൻസ് ഉണ്ട്.
വെൻ ദേ ഫീൽ റിജക്റ്റഡ് ഓർ ഇഗ്നോർഡ്, അല്ലെങ്കിൽ ഒരു അവരുടെ തീരുമാനങ്ങളെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്താൽ ഇവർക്ക് അതൊക്കെ ട്രിഗർ ചെയ്യും. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് അവർ പ്ലാൻ ചെയ്തിരുന്ന ഒരു കാര്യം ഒരു ലാസ്റ്റ് മിനിറ്റ് അതിന് എന്തെങ്കിലും ചേഞ്ച് വന്നാൽ ഇതൊക്കെ ഇവരെ ട്രിഗർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് വരുവാണെങ്കിൽ ട്രോമ ഇൻഫോംഡ് തെറാപ്പി ലൈക്ക് സൈക്കോതെറാപ്പീസ്, DBT ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പീസ് എഫക്റ്റീവ് ആയിരിക്കും. DBTയിലൂടെ അവരുടെ ഇമോഷണൽ ഡിസ്ട്രെസ്സും ഇന്റർപേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള സ്കിൽസ് ഇവരെ പഠിപ്പിക്കും. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തെറാപ്പിയാണ് CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇവരുടെ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് ബിലീഫ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് അതിലെ അവരുടെ ഫ്യൂച്ചറിലേക്ക് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു തെറാപ്പിയാണ് CBT. ആൻഡ് ദെൻ മെഡിക്കേഷൻസ് ലൈക്ക് ആന്റിഡിപ്രസൻസ്, ആന്റിസൈക്കോട്ടിക്സ്, മൂഡ് സ്റ്റെബിലൈസേഴ്സ് ഒക്കെ BPDയുടെ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ തന്നെയാണ്. സെൽഫ് കെയറിൽ വരുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ്, പ്രോപ്പർ ഫുഡ് ഇൻടേക്ക്, ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എക്സർസൈസ് ചെയ്യുക, പ്രോപ്പർ സ്ലീപ്പ് സൈക്കിൾ പ്രോപ്പർ ആക്കുക, അതുപോലെ തന്നെ പ്രാക്ടീസിങ് റിലാക്സേഷൻ ടെക്നിക്സ് ലൈക്ക് യോഗ, മെഡിറ്റേഷൻ, ബ്രീതിങ് എക്സർസൈസ് ഒക്കെ ഇവരുടെ മൈൻഡിനെയും തോട്ട്സിനെയും ഒക്കെ കാം ഡൗൺ ചെയ്യിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് സപ്പോർട്ട് ഗ്രൂപ്പ്സിനെ സീക്ക് ചെയ്യുക ലൈക്ക് ഫാമിലി, ഫ്രണ്ട്സ്, മെന്റൽ ഹെൽത്ത് പ്രൊഫഷൻ. ഇതൊക്കെ ഇവരെ BPDയുടെ സിംറ്റംസിൽ നിന്നും മാനേജ് ചെയ്യാനായിട്ട് ഇവരെ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.